ശ്രീ ഇ.ടി. ടൈസൺ മാസ്റ്റർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ വിജയൻ. സർ, പാചകമടക്കം വാഹനങ്ങൾ ഉൾപ്പെടെ മറ്റുള്ള ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിച്ചിരുന്ന നിരവധി പ്രവർത്തനങ്ങൾ വൈദ്യുതിയിലേക്ക് മാറുന്നുണ്ട്. ഗോ ഇലക്ട്രിക് ലോകമെമ്പാടും നടക്കുന്നു. ഇന്ധനവിലയും പൊല്യൂഷനും കണക്കിലെടുത്ത് എനർജി ട്രാൻസിഷനിലെ പ്രധാന മാറ്റങ്ങളിലൊന്നാണിത്. ഇത് കണക്കിലെടുത്ത് സൗരോർജം ഉപയോഗം വർദ്ധിപ്പിച്ച് ക്രമീകരിക്കാനുള്ള മാർഗങ്ങൾ കേരളത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, നേരത്തെ ഇവിടെ വ്യക്തമാക്കിയതുപോലെ നമ്മുടെ സൗരോർജ ശേഷി 3000-നും 5000-നും ഇടയ്ക്ക് മെഗാവാട്ട് ഉയർത്തുന്നതിനാവശ്യമായ സംഭരണശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റമാണ് നമുക്ക് സ്ഥാപിക്കേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്.